എന്നിട്ട് എന്താണ്ടായേ? ഇടി പറയടി. അത് എന്നിട്ട് എന്താണ്ടായേ? നിന്റെ ശിവേട്ടനെ കല്യാണം നടത്തിയോ? എന്റെ ശിവേട്ടനെ കല്യാണോ? ആ, ഹരിയേട്ട ലക്ഷ്മിയോട് പോയി പറഞ്ഞ പിന്നെ അതല്ലേ ഉണ്ടാവുക. അങ്ങനെ ചോദിച്ചാ ഇല്ല. ബാക്കി പറയടി. ഒന്ന് പോയടി മോളെ, 1 മണിയായി, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ദേവൂട്ടി, മമ്മൂട്ടി പോയി കിടന്ന് ഉറങ്ങാനേ പറഞ്ഞേ. ദേവു, എന്താടി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടി അത് ബാക്കി പറയടി. കുന്തം സമ്മതിക്കത്തില്ല നീ. പറഞ്ഞിട്ട് നീ പോയാതി. വീട്ടിലെങ്കി എനിക്ക് അപ്പിയിടാൻ പോണം. ഈ സാധനം. ദേവു, ഇനിയെങ്കിലും ഒന്ന് പറയടി. നീ പല്ലേച്ച് ഫ്രഷായി കുളിച്ചു, ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ബാക്കി എന്താ നടന്നേന്നൊന്ന് പറഞ്ഞുകൂടേടി. അത് പിന്നെ ബാക്കി എന്താ ഉണ്ടായെന്ന് വെച്ചാ, ഒരു മിനിറ്റ്, ദേവേട്ടൻ വിളിക്കുന്നു. അതെ ദേവു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. രാവിലെ തന്നെയോ? എന്തിനാ? പറഞ്ഞു നിൽക്കാൻ സമയമില്ല, നീ വാ. ശിവന് നിന്നോട് സംസാരിക്കണമെന്ന്. ശിവേട്ടനോ? നീ വന്നേ പറ്റുള്ളൂ, വേറെ ഒന്നും പറയണ്ട. ഞാൻ ലൊക്കേഷൻ അയക്കാം, ഇപ്പൊ തന്നെ വന്നേക്കണം. ദേവു, അമ്മേ, എന്റെ പല്ല്. ബെസ്റ്റ്. ഇവരിപ്പോ ഉമ്മ വയ്ക്കുന്ന ഞാൻ കരുതിയതാ, തെറ്റിദ്ധരിച്ചു പോയി. ഇനി മേല എന്റെ അടുത്തെങ്ങാനും എന്റെ ഒച്ചപുങ്ങിയാണ്ടല്ലോ. പട്ടി, അന്ന് നീ എന്നെ അടിച്ചപ്പോ ഞാൻ മറന്നു കളഞ്ഞൊന്നുമില്ല. എന്താ നടന്നെന്നറിയാണ്ട് എന്നെ കൊരടിക്കാൻ നീ ആരാടാ? അത് ദേവു, അതൊരു അബദ്ധം പറ്റിയതാ. തനുവിന് അങ്ങനെ പറ്റിയത് നീ കാരണമെന്ന് അറിഞ്ഞപ്പോ ഇന്നലെ ദേവൻ തെളിവ് സഹിതം ഫുട്ടേജ് കാണിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് നീ നിരപരാധിയാണ്. എന്നോട് ക്ഷമിക്കടി. വേദനിച്ചോ? ചെറുതായിട്ട്. സാരില്ല, ഇത് ഞാൻ തിരിച്ചു തന്നോളാം. ഈ രീതിയിലല്ല എന്ന് മാത്രം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? എന്റെ പൊന്ന് ശിവ, ഞാൻ അവളുടെ ചേട്ടനാ. ആ മര്യാദയെങ്കിലും ഒന്ന് കാണിക്കേ. ഞാനിവിടെ മുമ്പിൽ നിൽക്കുമ്പോ തന്നെ ഇതൊക്കെ പറയണോ? ചേട്ടൻ പോവാൻ നോക്ക്. എന്റെ അനിയത്തേനെ ഇന്ന് ഡേറ്റിന് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ടായില്ലേ? വേഗം കൊണ്ടുപോക്കാം, അല്ലെങ്കിൽ അവള് നിന്നെ കൊല്ലും. അത് ശരിയാണല്ലോ. പിന്നെ വേറൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞിട്ട്. അത് ആലോചിക്കട്ടെ. പിന്നെ ആലോചനയുടെ കൺക്ലൂഷൻ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിന്റെ തല കാണത്തില്ല. ചെല്ലാൻ നോക്ക്, ഞങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ. Do you miss me? ഒട്ടുമില്ല.
റൂം എടുത്താലോ? അയ്യേ, ദേ ഞാൻ ദേവനോട് പറയും, പിന്നെ തല കാണത്തില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, നീ നല്ല കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടി. നല്ല കുട്ടിയാണെന്ന് മനസ്സിലായി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ആണെങ്കിൽ നിനക്ക് നല്ലത്. എന്റെ പൊന്ന ദേവു, ഇനിയെങ്കിലും ഒന്ന് പറയടി. വൈകിട്ട് 4 മണിയായി. രാവിലെ തൊട്ട് നിന്റെ പുറകെ നടക്കുക ബാക്കി കേൾക്കാൻ വേണ്ടി. അപ്പോഴൊക്കെ അവൾക്ക് എന്തെങ്കിലും തിരക്ക് വരും. ഇനിയെങ്കിലും ഒന്ന് പറയടി ദേവു, പ്ലീസ്. പറയാനോ? പറയാല്ലേ. നിങ്ങളുടെ കല്യാണം കഴിയോ? ഞങ്ങളുടെ കല്യാണം കഴിയില്ല, പക്ഷെ കല്യാണം കഴിയും. എന്താണ്? ഞങ്ങളുടെ കല്യാണം കഴിയില്ല, പക്ഷെ കല്യാണം കഴിയും. ഇതേ ഞാൻ വല്ല തേങ്ങയെടുത്ത് എറിയും കേട്ടാ. ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിയത്തൊന്നുമില്ല. അപ്പൊ ലക്ഷ്മ ഹരിയേട്ടൻ പറയുന്ന കേട്ട് വേറെ ഒന്നും ചെയ്യത്തില്ലേ? അങ്ങനെ ചോദിച്ചാ ഹരിയേട്ടൻ അത് ലക്ഷ്മയോട് പറഞ്ഞാലല്ലേ ലക്ഷ്മ അറിയത്തുള്ളൂ. അപ്പോഴേക്ക് ശിവേട്ടൻ ഹരിയേട്ടന്റെ വാപൂത്തി. അപ്പൊ പിന്നെ ആരുടെ കല്യാണം നടന്നേ? അയ്യോ, ഞാനൊരു സസ്പെൻസ് പൊളിച്ചല്ലേ. എടി പറയടി പട്ടി, പറ. അത് പിന്നെ ഈ സംഭവം നടന്ന അന്നത്തെ ദിവസം വൈകിട്ടില്ലേ, അന്ന് വേറൊരു സംഭവം ഉണ്ടായി. വേറെ സംഭവം? അതെന്ത് സംഭവം? അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ സത്യമായിട്ടും കൊല്ലും. അവള് 2 ആഴ്ചയിൽ ഒരിക്കലും എപ്പിസോഡ് എടുത്തുള്ളൂ. എന്നിട്ട് അവളിപ്പൊ എപ്പിസോഡേ ഒന്ന് ലാഗടിപ്പിക്കുന്ന. പറയടി പട്ടി, ഞാൻ പറയാം. തനു, നീ എന്താ ഇവിടെ? നിനക്ക് മതിയായില്ലേ എന്റെ റൂമിൽ വന്ന് വാതിലടിച്ച് കുറ്റിയിട്ടിട്ട്? തനു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആരോടാ നിങ്ങളുടെ ദേഷ്യം? ഞാനിപ്പോ ഇവിടെ വാതിലടിച്ച് കുറ്റിയിട്ടത് എനിക്കൊരു കാര്യം പറയാനാ. ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ ചെറുക്കന്റെ മുറിയിൽ എന്തോരം മാറാലിയാ. ഇതിനിതൊക്കെ അടിച്ചു വാരി ഇട്ടുകൂടെ? തനു എന്താ അവിടെ? തനു, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്ക. എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് നീ എന്റെ കൺമുൻപീന്ന് പോകാൻ വേണ്ടിയാ. ഞാൻ നിന്നെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് കരുതി ഇനി മേല എന്റെ ബൗണ്ടറീസ് നീ ഇനി ക്രോസ് ചെയ്യാൻ ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട തനു. ഇവര് തമ്മിൽ എന്താ പ്രശ്നം? ഇവനിത് എന്തൊക്കെ കാര്യം പറയുന്നേ? ഇവളെന്താ അവനെ ചെയ്തേ? മറന്നാ പിന്നെ അങ്ങനെ തൊടയില് കറുത്ത മാർഗമൊക്കെ ആലോചിക്കുന്നേ? എന്തൊക്കെയാ നിങ്ങൾ എന്നോട് പറഞ്ഞെന്നുള്ള ബോധമുണ്ടോ? പറ്റില്ല. ഇനി മാറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ലക്ഷ്മിയോട് എല്ലാം പറഞ്ഞു കൊടുക്കും. കണ്ട കാര്യം, എന്നോട് കഴിഞ്ഞിട്ട് മോശമായിട്ട് സംസാരിച്ച കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കൊന്നുകളെ ഞാൻ നിന്നെ. ലക്ഷ്മിയോട് എങ്ങാനും നീ അത് പോയി പറഞ്ഞോ? തനു, എന്താ ഉണ്ടായേ? നിങ്ങൾ എന്നോട് എന്താ പറയാതിരിക്കുന്നത്? എനിക്ക് പറയണം. ലക്ഷ്മ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചത് തനുവിനോടാ. പറ തനു, എന്തുണ്ടായേ? ലക്ഷ്മ അതൊന്നുമില്ല. നീയായിട്ട് പറയുന്നു, അതോ ഞാൻ ശിവനെ ഹരിനെ വിളിച്ചു കൂട്ടണോ? വിളിക്കണ്ട, ഞാൻ പറയാം. ലക്ഷ്മ പറഞ്ഞോണ്ടാ ഞാൻ അന്നത്തെ ദിവസം മുകളിലേക്ക് പോയത്. അവിടെ പാമ്പാന്ന് കരുതിയതുകൊണ്ടാ. അവിടെ പാമ്പുണ്ടായിരുന്നില്ല എന്ന് എനിക്കെങ്ങനെ അറിയാനാ? എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? നീ അവളോട് മോശമായിട്ട് സംസാരിച്ചോ? ലക്ഷ്മ, അത് ഞാൻ നിന്നോട് ചോദിച്ചത് എന്താ? നീ അവളോട് മോശമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. നിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അബദ്ധമാണെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. അത് കഴിഞ്ഞിട്ട് നീ അവളോട് എന്താ പറഞ്ഞത് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചതെങ്കിൽ ഞാനായിട്ട് വേറൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. ഇനി അത് പറ്റില്ല. വൈകിട്ട് 7 മണിക്ക് എല്ലാവരും ലിവിംഗ് ഹാളിലേക്ക് വന്നോണം. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്.
നീ കാരണം, നീ ഇപ്പൊ പറഞ്ഞത് കാരണം എന്റെ ലൈഫിന് എന്തെങ്കിലും പറ്റിയാളുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ ലക്ഷ്മ, എന്താ ഞങ്ങളെയൊക്കെ വിളിപ്പിച്ചേ? എന്താ അത്യാവശ്യമായിട്ട് വല്ല കാര്യവും പറയാനുണ്ടോ? നമ്മൾ ആരും അറിയാതെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ സംഭവിക്കുന്നുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. തനുവിന്റെ ദേവന്റെ കല്യാണം ഉറപ്പിച്ചു. എന്തൊക്കെയാ പറയുന്നത്? നടക്കില്ല, ഒരു കാരണവശാലും ഇത് നടക്കില്ല. അവൾക്ക് ബോധമല്ലാതെ വെറുതെ എന്നെ ഇതിൽ വലിച്ചഴക്കരുത്. ഇത് എന്റെ ജീവിതം. ഇത് തീരുമാനിക്കാൻ ലക്ഷ്യമ്മയ്ക്ക് അവകാശമില്ല. അവകാശമില്ലെന്നോ? മോനെ പോലെ വളർത്തിയതാ നിന്നെ ഞാൻ. എന്നിട്ട് കേൾക്കേണ്ടതാണോ ഞാൻ കേട്ടത്? അറിയാതെ കണ്ടതാണെങ്കിൽ ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് നീ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ? എന്ത് വേണമെങ്കിലും ആവട്ടെ, നിന്റെ നാവിന്നത് പുറത്ത് വന്നെങ്കിൽ ഇനി അത് വെറുതെ വിട്ടാൻ പറ്റില്ല. ഈ തീരുമാനം ഈ വീട്ടിൽ ആരെങ്കിലും എതിർക്കാൻ നോക്കിയാ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാക്കില്ല. ലച്ചുമ നീ നാഴിക്ക് 40 വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ. ആ ലച്ചുമ പിന്നെ ഈ ലോകത്തുണ്ടാകത്തില്ല. ലക്ഷ്മ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കല്യാണോ? കനുവിന്റെയോ? എന്താ ഉണ്ടായെന്ന് പറ ലക്ഷ്മ. എനിക്ക് പറയാൻ പറ്റിയ കാര്യമല്ലാതെ നിങ്ങളോട് നിങ്ങളുടെ അനിയത്തി സമാധാനത്തിൽ പറഞ്ഞോളൂ. ഈ തീരുമാനം ഈ വീട്ടിൽ ആരെങ്കിലും എതിർക്കാൻ നോക്കിയാ ലക്ഷ്മ, എന്റെ ജീവിതം അത്. ഇത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് നിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നീ എന്റെ ഈ തീരുമാനത്തിനെ എതിർത്താ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നത് മര്യാദക്ക് കേൾക്കണം, രണ്ടെണ്ണം. ലക്ഷ്മ എന്താ ഉണ്ടായെന്ന് പറ. ദേവു, നീ സമയമെടുത്ത് തനുവിനോട് തന്നെ ചോദിച്ചാ മതി. എനിക്ക് ഇവരുടെ കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്താനുണ്ട്. ഞാൻ പോവാ. നിന്റെ ചേട്ടനോട് പറഞ്ഞേക്ക്, എന്റെ ഈ തീരുമാനത്തിന് എതിർത്താ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും. മര്യാദയ്ക്ക് അവനോട് പറഞ്ഞോ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ. അവന്റെ വായന്ന് വന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. തനു, പറ, എന്തുണ്ടായേ? കരയാണ്ട് പറ തനു, എന്തുണ്ടായേന്ന്. അത് അവന് ഇന്ന് ഞാൻ, നീ എന്തിനാ ചൂടാവുന്ന? അവന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ അവളോട് പറഞ്ഞത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല. അതിനുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട്. ശിവേട്ട, വേണ്ട, എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ ആളുടെ പ്രൈവസി നശിപ്പിക്കാൻ നോക്കിയതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ അതൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മ ഒരു കാര്യം തീരുമാനിച്ചതല്ലേ. ഇനി അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹലോ, ഇതാരാണ്? ആഹാ, എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? എന്റെ നമ്പർ കണ്ടാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ? നീ ആയിരുന്നത്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. എനിക്ക് നിന്റെ അടുത്തൊരു റിലേഷൻഷിപ്പിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇല്ലെന്ന് തന്നെ. ഇനി മേല എന്നെ ഫോണിൽ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്താ ഇവിടെ? നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ശരിയാ, നീ ആരാണെന്ന് എനിക്ക് അറിയില്ലടി. ആർക്കും അറിയില്ല. അതുകൊണ്ട് നിന്റെ ഒരു മോശം വീഡിയോ ഞാൻ ലീക്ക് ചെയ്യട്ടെ. എന്താന്ന്? ആ, കണ്ട നീയാന്ന് തോന്നുന്ന ഒരു വീഡിയോയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിന്റെ ഭീഷണി കേട്ട് ഞാൻ പേടിക്കുമെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. ഇനി മേല ഇതിന്റെ പേരിലെങ്ങാനും നീ എന്നെ ഫോൺ ചെയ്താ എന്റെ ചേട്ടൻ പോലീസാന്ന് നിനക്കറിയാലോ. ഓ, നിന്റെ ചേട്ടനോ? നിന്റെ ചേട്ടൻ പോലീസാണല്ലേ?
അതിന് ഞാനെന്ത് വേണടി? ഈ വീഡിയോ ഞാൻ ലീക്ക് ചെയ്യണ്ടെങ്കിൽ മര്യാദക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നേക്കണം. ഓഹോ, അപ്പൊ ആ റൂട്ടാണ് നിന്റെ മൈൻഡില്, പൈസയല്ല അല്ലേ? എന്നാ നീ കേട്ടോ, നീ ലീക്ക് ചെയ്താലും എനിക്കൊരു പുല്ലുമില്ല. കാരണം ലീക്ക് ചെയ്താ പെടാൻ പോകുന്നത് നീയാ, പിന്നെ അതിലുള്ളത് ഞാനല്ല എന്നെനിക്ക് ബോധമുള്ളിടത്തോളം കാലം എന്തിനാടാ ഞാൻ പേടിക്കേണ്ടത്? മര്യാദക്ക് പറയുക. ഇനി എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്താ വെച്ചിട്ട് പോട പാട്ടി. ഓ ഷിറ്റ് ലിസ, നമ്മൾ വിചാരിച്ച പോലെ വർക്കായില്ല. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്ക് ഇതെങ്കിലും ചെയ്തു കൂടെടാ? ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത് ശ്രമിച്ചു. നിന്നെയൊക്കെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. ലിസ അങ്ങനെ പറയല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നീ അത് അവന് തന്നെ അയച്ചു കൊടുക്ക്. ആർക്ക്? ആളുടെ ചേട്ടന്. പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തരണം. അത് ലീക്ക് ചെയ്തെന്ന് പറഞ്ഞു ചിലപ്പോ അവളുടെ ചേട്ടൻ തന്നെ നിന്റെ കാൽക്കൽ വന്ന് വീഴും. ഈ പ്ലാൻ ഇച്ചിരി റിസ്ക് അല്ലേ ലിസ? ഇത് ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം. നീയായിട്ട് ചെയ്യുന്നോ അതോ ഞാൻ? വേണ്ട, ഞാൻ ചെയ്യാം. തനു, എന്താ ദേവു, നീ കരയുവാണോ? ഞാനോ? ഞാൻ കരയൊന്നുമല്ല. എനിക്ക് മനസ്സിലാവും തനു, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ ആർക്ക് വേണ്ടിയാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് നീ കള്ളം പറയണ്ട തനു. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ ദേവു? കള്ളം പറയല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. അല്ല, എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര പ്രശ്നം ഉണ്ടാവുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനന്ന് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറില്ലായിരുന്നു. അത് കാരണമല്ല ദേവേട്ടൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന്റെ പേരിലല്ല ലക്ഷ്മ ഈ കല്യാണം നടത്തുന്നത്. എനിക്ക് ഒരാളുടെ ജീവിതം നശിപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. തനു, നീ എന്തൊക്കെയാ പറയുന്നേ? ജീവിതം നശിപ്പിക്കുന്നു എന്നോ? അല്ലാതെ ദേവേട്ടൻ പറഞ്ഞില്ലേ ഞാൻ ആളുടെ ജീവിതത്തിലേക്ക് വന്ന ആളുടെ ജീവിതം നശിക്കുമെന്ന്. അവന്റെ വാക്ക് കേട്ട് നീ നിന്നെ തന്നെ പൊട്ടിയാക്കല്ലേ തനു? പിന്നല്ലാതെ ഞാൻ ഇത്രയ്ക്ക് പൊട്ടയാണോ? തനു, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ദേവൻ ഓരോന്ന് വിളിച്ചു പറയുന്ന കേട്ട് നീ നിന്റെ തന്നെ വില കളയുവാണോ തനു? എനിക്കറിയില്ല, ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ. ദേവേട്ടൻ അന്ന് അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ദേവേട്ടനോട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഇങ്ങനെയൊന്നും ആണെന്ന് ഞാൻ കരുതിയില്ല ദേവു. പോട്ടെ, നീ അത് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. തനു, ഇനി ഇതിന്റെ പേര് നീ എങ്ങാനും കരഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ദേവന് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ അത് വഴിയെ മാറ്റണം. അല്ലെങ്കിൽ നീ കരയണ്ട, സാരില്ല, പോട്ടെ. അവന് സങ്കടം ഉണ്ടാവില്ലേ? നീ ചീത്തയായതുകൊണ്ടോ വേറെ കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. അവൻ നിന്നെ പെങ്ങളായിട്ടല്ലേ കണ്ടിരുന്നേ. ആ കാരണം കൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോ ആർക്കായാലും പെട്ടെന്നത് താങ്ങാൻ കഴിയില്ലല്ലോ. പിന്നെ ദേവന് അവന്റെ ഫ്രണ്ട് ലിസേനെ ഇഷ്ടമായിരുന്നു. അതിന്റെ പേരിൽ നീയുമായിട്ടുള്ള വിവാഹം അവന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കാരണം കൊണ്ടായിരിക്കും. ഞാനില്ലേ കൂടെ? ആരേ ലിസ? ഓ എന്റെ പൊന്നു ദൈവമേ, അവളെ പറ്റി പറയാതിരിക്കുന്നതോ നല്ലത്. ആ പാട്ടി, എനിക്ക് അവളെ കാണുമ്പോഴേ കലി കയറി തുടങ്ങും. ആരാന്ന് പറ, എനിക്കറിയില്ല. നിന്നോട് അവളെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. പറഞ്ഞു തുടങ്ങിയാ പിന്നെ നീ അവളെ വീട്ടിൽ കയറ്റത്തില്ല. അതെന്താ? അതൊക്കെ പറയാം. എത്ര മണിയായെന്ന് വല്ല വിചാരമുണ്ടോ? പോയി കുളിക്കടി. ദേവേട്ടൻ വന്നു. പോവല്ലേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ അടുത്തുനിന്ന് പൊക്കോതാനോ നീ? എന്റെ കയ്യിന്ന് മേടിക്കും നീ അവളുടെ ഒരു സംസാരം. ദേവേട്ട പ്ലീസ് ഒന്ന് നിക്ക്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതിന് ഞാനെന്ത് വേണടി? ദേവ, ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ടത്? നിന്റെ ഒച്ച താഴ്ത്തിക്കോ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ബോധ്യമുണ്ട്, എന്റെ ജീവിതം നശിപ്പിച്ചവളോടാണെന്ന്. ഇനി മേല നിന്റെ വായിന്ന് ഇങ്ങനെങ്ങാനും പുറത്തോട്ട് വീണ പിന്നെ എന്തോട്ടാവുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചോ നീ? ലക്ഷ്മ അത് പോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നപ്പോഴാ ദേവേട്ടൻ ദേഷ്യപ്പെട്ടത്.
ഞാൻ പോവാ. പത്തിൽ 10 പൊരുത്തം. ഇവരുടെ കല്യാണം ദൈവനിശ്ചയമായതുപോലെ തോന്നുന്നു. ഒരുപാട് സന്തോഷം. അടുത്തു തന്നെയുള്ള മുഹൂർത്തത്തിൽ ഈ ചടങ്ങ് നടത്താം. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ദേവ, നിങ്ങളുടെ വിവാഹം ഈ മാസം 29-ാം തീയതി നടത്താമെന്ന് തീരുമാനിച്ചു. ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലാതെ വേറെ ആരെയും വിളിക്കുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് സമയം കളയാനുമില്ല. ദേവേട്ട, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ വായിരിക്കണ കേൾക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി. ലക്ഷ്മാക്ക് നിശ്ചയം നടത്തണ്ടെന്ന് വിചാരിച്ചു. നേരെ വിവാഹം തന്നെ നടത്തുന്നേ. അല്ല, നിശ്ചയമൊന്നും ഇല്ലാതെ വേഗം തന്നെ കല്യാണം നടത്തുവാണെങ്കിൽ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? നാട്ടുകാരുടെ വിചാരം നോക്കി എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല. ഈ മാസം 29-ാം തീയതി നിങ്ങളുടെ വിവാഹം നടക്കും. ഇതിനാരെങ്കിലും എതിർത്താ? ശിവ, എന്റെ ഫോണൊന്ന് പിടിക്കാവോ? ആ, താ. അന്നോ നമ്പറോ? ഇതെന്ത് വീഡിയോ ആയി പൈസേക്കുന്നേ? ദേവുവിന്റെ ഈ വീഡിയോ ഒക്കെ? ദേവു, എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് അടി ഉണ്ടാക്കാൻ ടൈമില്ല. പോയേ. നിന്നോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞതേ അടി ഉണ്ടാക്കാനൊന്നും അല്ല. ഞാൻ നിന്റെ ചേട്ടന്റെ ഫോണിൽ ഇനി ഉൾപ്പെടുത്തുന്ന ഒരു മോശം വീഡിയോ കണ്ടു. അതിനെപ്പറ്റി സംസാരിക്കാനാ. മോശം വീഡിയോയോ? എന്താ ദേവു ഞാൻ ഈ കാണുന്നേ? ഇത് നിന്റെ ചേട്ടന്റെ ഫോണിലേക്ക് വേറെ ആരും അയച്ചതാ. ഇത് കണ്ടപ്പോഴേ മനസ്സിലായി എനിക്ക് ആണ്. പക്ഷെ ഒരു സ്ട്രേഞ്ചറിന്റെ നമ്പറിൽ നിന്ന് നിന്റെ ചേട്ടന്റെ ഫോണിലേക്ക് നിന്റെ വീഡിയോ വരുമ്പോ അത് നിന്നോട് ചോദിക്കാനുള്ള മര്യാദ എനിക്കുണ്ട്. പിന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ആരയച്ചതെന്നും അവനായിട്ടുള്ള പണിയും എല്ലാം ഞാൻ കൊടുക്കാം. വേണ്ട, ഈ കാര്യത്തിലൊക്കെ എന്തിനാ ഇൻവോൾവ് ആവുന്നേ? വെറുതെ എന്തിനാ? ഇന്ന് അവനത് ലീക്ക് ചെയ്യുന്നത് നിന്റെ ചേട്ടന്റെ ഫോണിലേക്കാ. എന്നാൽ നാളെ അത് ചിലപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആയിന്ന് വരും. എന്താ, നിനക്കത് വേണോ? പക്ഷെ അത് റിയൽ അല്ലല്ലോ. എത്ര പേരെ നീ പറഞ്ഞ് മനസ്സിലാക്കും? തൽക്കാലം ഈ നമ്പറിൽ നിന്ന് വന്ന ഈ മെസ്സേജ് ഇട്ടവനുള്ള പണി ഞാൻ കൊടുത്തോളാം. എന്റെ ജോലി എന്താണെന്ന് നിനക്ക് അറിയില്ലെങ്കിൽ നീ കേട്ടോ, ഇവനായിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. താങ്ക്സ്. ഇയാള് ഞാൻ വിചാരിച്ചത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. ലക്ഷ്മി, ദേവനും തനുവും നല്ല ഉഗ്രം ചേർച്ചയാ. ഈ അടുത്തിടെയായി ഞാൻ ഇത്രയും ചേർച്ചയുള്ള ഒരു ദമ്പതിമാരെ കണ്ടിട്ടില്ല. ഇത് മുൻപ് എന്താ നടക്കാനേ? ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ല അമ്മേ.
ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതി. എന്തായാലും ദേവന്റെ കല്യാണപ്രായമായി. ഈ ഇപ്പോൾ നടത്തിയത് വളരെ നല്ല കാര്യം. നിശ്ചയമൊന്നും ഉണ്ടായില്ലല്ലോ. എന്തു പറ്റി? അത് പെട്ടെന്നായിരുന്നു തീരുമാനം. വിവാഹം വേഗം നടത്താമെന്ന് തീരുമാനിച്ചു. ഓ, എന്നാലും ഇത്രയ്ക്ക് ചുരുക്കമായി ഈ കല്യാണം നടത്തണ്ടായിരുന്നു. നിങ്ങൾക്ക് വേറൊരു റിസപ്ഷൻ നടത്തിക്കൂടെ? ദേവനോട് പറഞ്ഞു നോക്കട്ടെ. അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ലക്ഷ്യമ്മ, അശോകനങ്ങള് വിളിക്കുന്നു. അടിയിലോട്ട് ചെല്ല്. ആ, ഞാൻ ചെല്ലാം. ദേവനും തനു എവിടെ? ദേവനും തനും എനിക്കറിയില്ല. തനു കുറച്ചു നേരം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദേവേട്ടൻ എവിടെയാണോ എന്തോ. ഉഫ്, ഈ പയ്യനെ കൊണ്ട് ഇന്നത്തെ ദിവസം മോശമാക്കാൻ വേണ്ടിയാണോ ഇവൻ ഇപ്പൊ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ? ഞാൻ ചെല്ലട്ടെ. പിന്നെ ആർക്കും സംശയം തോന്നരുത്. ദേവന്റെ അടുത്ത കൂട്ടുകാരന്റെ എന്തോ അത്യാവശ്യത്തിന് പോയതാന്ന് പറഞ്ഞാ മതി. എന്താ? ഐ ലവ് യു. ഷേ, പോ അവിടെന്ന്. അങ്ങനെ പറയല്ലേ, നിക്ക്. ഹരിയേട്ട വേണ്ട. ആ ദേവ് എങ്ങാനും കണ്ടാ പിന്നെ അവൾ എന്നെ പൊങ്കാലിടും. ദേവുവിനോടൊക്കെ പോകാൻ പറ. ഞാൻ നിന്നെ ശരിക്കും കാണട്ടെ പാറു. ഷേ, ഇയാളെ കൊണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് സമാധാനം തരുന്നില്ല. ഇപ്പൊ ഞാൻ സമാധാനം തരുന്നില്ലേ? ഇനി കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാൻ സമാധാനം എന്ന സംഭവമേ നിനക്ക് തരാൻ പോകുന്നില്ല. ഷേ, ഇയാളിത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അയ്യോ, തനു. എടി, ഒന്നുമില്ലടി. ഒന്നുമില്ലേ? ഇല്ല, ഞാൻ ചുമ്മാ ഹരിയേട്ടനെ കണ്ടപ്പോ സംസാരിച്ചു നിന്നതോ? അപ്പൊ ഫോൺ നമ്പറിന്റെ കാര്യമൊക്കെ പറയണ കേട്ടു. ഫോൺ നമ്പറോ? അത് നീ കല്യാണത്തിന് തിരക്കായതുകൊണ്ട് നിന്നെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പൊ നിന്നെ വിളിക്കാൻ വേണ്ടി ഹരിയേട്ടന്റെ നമ്പർ മേടിച്ചതാ. എന്നെ വിളിക്കാൻ വേണ്ടി ഹരിയേട്ടന്റെ നമ്പറോ? എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പഴമായിട്ട് തോന്നുന്നുണ്ടാ? ചെറുതായിട്ട്. അയ്യോ, എടെ അത് മനസ്സിലാവുന്നുണ്ട്. രണ്ടെണ്ണം കൂടെ ഇവിടെ. ഏയ് തനു, അങ്ങനെയൊന്നുമില്ല. നീ മിണ്ടരുത്. കൊള്ള കുഞ്ഞിക്കോഴി. ഇവിടെ ഒരു ഫോറസ്റ്റ് മാരേജ് നടന്നുകൊണ്ടിരിക്ക. അതിന്റെ ഇടയ്ക്ക് അവര് കാലോടയ്ക്കണം. നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ലേ? അങ്ങനെയല്ലടി, ഞങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ട്. പക്ഷേ അതിനുപരി വികാരങ്ങളുണ്ട്. നിന്റെ വികാരം കാരണം എനിക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരരുത്. രണ്ടും എനിക്ക് കൺമുണ്ടിന്ന് പൊക്കോ. ഇനി എങ്ങാനും നിങ്ങൾ ഒരുമിച്ചിരുന്ന സ്വന്തം തെങ്ങാനും ഞാൻ കണ്ടാ ലക്ഷ്യമ്മയ്ക്ക് ഒറ്റി കൊടുക്കും. എന്റെ പൊന്നുമോളെ, നീ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ലക്ഷ്യമ്മ എങ്ങനെ എന്റെ വീട്ടിൽ പറഞ്ഞ് എന്റെ തന്തപ്പടി അറിഞ്ഞതിന് എന്റെ തല വെട്ടിക്കളയും. പിന്നെ ഞാൻ ആരോട് സഹാര? ഹരിയേട്ടാ, ഞാൻ ഇനി മേലെ നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കില്ല. നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവാ. ഇനി എന്നെ വിളിച്ചൊക്കെ ഇത് എന്റെ തന്ത എങ്ങനെ അറിഞ്ഞാ പിന്നെ എന്നെ കൊല്ലും. പിന്നെ സൊള്ളലുണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. പൂ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ പോവാ. തനു, ചത്താല് ലക്ഷ്മിയുടെ അടുത്ത് മുമ്പിൽ പറഞ്ഞേക്കല്ലേ. ആലോചിക്കട്ടെ എന്നോ? പിന്നല്ലാതെ എന്റെ ഫസ്റ്റ് മാരേജ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അതിന്റെ ഇടയ്ക്ക് രണ്ടും കൂടെ സോൾവ് ചെയ്യാതല്ലേ ഇതിനിട്ടുള്ള പണി ഞാൻ തരണോ വേണ്ടോ എന്ന് ആലോചിക്കട്ടെ. തനു, പ്ലീസ്. പാറു, അത് സാരില്ല. അവള് ചുമ്മാ പറഞ്ഞതായിരിക്കും. നീ പോടാ പട്ടി. ദേവൻ വന്നോ? ഇല്ല ലക്ഷ്മ. ഈ ചെറുക്കനിത് എവിടെ പോയി കിടക്കുക? എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ബന്ധുക്കളെയും ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ആരുമില്ല. നീ എന്തായാലും അവനെ ഫോൺ ചെയ്ത് നോക്ക്. വിളിച്ചിട്ട് കാര്യമില്ല. ശിവേട്ടന്റെ കയ്യിലാ ദേവേട്ടന്റെ ഫോൺ. കുന്തം. സോറി, ഞാൻ അത് നിങ്ങളുടെ പെങ്ങളാന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ അത് അറിയാതെ പറ്റിയത്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ദേവുവിന്റെ അടുത്ത് നീ പോകരുതെന്ന്. പക്ഷെ എന്നാലും നീ ചെന്നു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടാടോ നിനക്ക്? സാറിന്റെ പെങ്ങളാന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. സാർ സോറി. പിന്നെ സോറി, നീ വല്ലാണ്ടങ്ങ് ഉണ്ടാക്കല്ലേ. അന്ന് നീ അവിടെ ക്ലബിൽ ചെന്നത് അവളെ സ്കെച്ച് ഇടാനാന്നുള്ള കാര്യം എനിക്കറിയാം. ആഹാ, നിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ആരാടാ? വേണ്ട, ഞാനെടുത്ത് നോക്കാം. ഹലോ, ഇവിടെ പട്ടി ദേവാ, നീ ഇതെവിടെ പോയി കിടക്കുക? ഇതാരാ? ഞാനാ ശിവൻ. എനിക്കറിയാം നീ അവനെ തട്ടാൻ വേണ്ടി പോയതാണ്. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് കയറുക.
എന്റെ അനിയത്തിനെ കെട്ടിട്ട് അവനവിടെ പുറത്ത് കറങ്ങാൻ നടക്കുന്നു. ഇതേ ശിവ എന്റെ വായിരിക്കണ കേൾക്കുന്നീ. മര്യാദക്ക് ഇങ്ങോട്ട് വരാനാ പറയുന്നത്. ലക്ഷ്മിയുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഓഫ്. പിന്നെ നീ ഫോൺ കൊണ്ടുപോകത്തില്ലല്ലോ, അതെന്റെ കയ്യിൽ തന്നിട്ടല്ലേ പോയേക്കുന്നേ. ദേ അവനെ തട്ടിയിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ ശരി. അപ്പൊ എങ്ങനെയാ പരലോകം കാണാം? തനു, നീ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? നീ പോയി കിടന്നോ. ദേവനൊരു അത്യാവശ്യ സ്ഥലത്ത് പോയേക്കാം. എവിടേക്ക് പോയേക്കുന്നേ? ആ അത് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു അത്യാവശ്യം. നീ അവിടെ പോയി കിടന്നോ. ഞാൻ എവിടെ പോയി കിടക്കാനാ? ദേവേട്ടന്റെ റൂമിൽ കിടന്ന ദേവേട്ടന് ഇഷ്ടപ്പെടുവോ? നീ പേടിക്കണ്ടടി, അവൻ നിന്നെ ഒന്നും പറയില്ല. ഞാനല്ല പറയുന്നത്. എന്റെ മോള് പോയി കിടന്നോ. ആ പിന്നെ മോള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അവൻ നിന്നോട് മോശമായിട്ട് സംസാരിച്ചാലെങ്ങാനും അപ്പൊ തന്നെ എന്നെ വിളിക്കണം കേട്ടോ. ശിവേട്ടന് പേടിയുണ്ടോ? ഉണ്ടാവാതെ പിന്നെ എന്റെ മോൾ എങ്ങനെ വിഷമിച്ച പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവത്തില്ല കേട്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്ക്. ശരി എന്നാ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോട്ടെ. ഉണ്ടോ ദേവാ, ഞാൻ നിന്നെ എത്ര മണിക്ക് വിളിച്ചതാടാ, എന്നിട്ട് ഇപ്പഴാണോ കയറി വരണ്ടേ? 1 മണിയായി. പിന്നെ അവനെ കൊന്നിട്ട് ബോഡി എടുക്കാൻ നീ വരൂ? എന്റെ അനിയത്തിനെ നീ കെട്ടിയിരിക്കുന്നത്. ഞാൻ നിന്നിപ്പോ വേറെ എന്തെങ്കിലും വിളിച്ച് പറയേണ്ടതാ. ലക്ഷ്മേ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, നീ വരുന്നതും കാത്തിരിക്കും. ഓ എന്റെ ദൈവമേ. ദേവ, എങ്ങോട്ടാ നീ കയറി പോന്നെ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? എനിക്ക് പറയണം, നീ എവിടെയാ പോയെന്ന് എനിക്ക് പറയണം. ലക്ഷ്മ സ്റ്റോപ്പ് ഇറ്റ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ലക്ഷ്മ ഇടപെടാൻ വരണ്ട. ഞാൻ എവിടെ പോയാലും അത് ലക്ഷ്മ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദേവ, ലക്ഷ്മിയോടാ നീ സംസാരിക്കുന്നേ, മര്യാദയ്ക്ക് സംസാരിക്കുന്നേ. ദേവു, ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. മര്യാദയ്ക്ക് സംസാരിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് മര്യാദയ്ക്ക് സംസാരിച്ചതിന്റെ പേരിലാ എനിക്കിപ്പോ ഇങ്ങനൊരു പണി വന്നത്. അനുഭവിക്കുന്നുണ്ട് ഞാൻ. ഇനിയും മര്യാദ പ്രതീക്ഷിക്കണ്ട. എത്ര കാലം വളർത്തിയതാണെങ്കിലും എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചത് മറക്കണ്ട. അവന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞത്, പക്ഷെ അവനത് എടുത്തത് ഞാൻ അവന്റെ ജീവിതം നശിപ്പിച്ച പോലെ. എനിക്കിനിയൊന്നും പറയാനില്ല. അവൻ എന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ലക്ഷ്മ എന്ന് വിളിച്ച നാവ് കൊണ്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മതിയായി, നിന്നിൽ നിന്ന് എനിക്ക് മതിയായി ദേവ. നീ ഇതിനെ ആലോചിച്ച് ഒരു കാലത്ത് എന്റെ അടുത്ത് തന്നെ വീണ്ടും വരും, നീ മറക്കണ്ട. ആ കാലം കാത്ത് നോക്കിയിരിക്കത്തുള്ളൂ ലക്ഷ്മ. ഇവളെന്ന് എന്റെ മുറിയിൽ കിടക്കുന്നേ. ഇവൾക്ക് വേറെ എവിടെ സ്ഥലം കിട്ടിയില്ലേ? നീ എന്താ ശിവ എവിടെ? അല്ല, നീ ഉറങ്ങാണോ എന്ന് നോക്കാൻ വന്നതാ. ഇവളെന്താ എവിടെ കിടക്കുന്നേ? പിന്നെ അവൾ എവിടെ കിടക്കണം? സമാധാനം കിട്ടുന്നില്ലല്ലോ എവിടുന്നും. ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിന് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കോ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ദേവാ, അവളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ദേഷ്യപ്പെട്ട എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ശിവ, നീ ഒന്ന് ഇറങ്ങിപ്പോ. പോകാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. പിന്നെ അവളോടെങ്ങാനും ദേഷ്യപ്പെടുകയോ മോശമായിട്ട് പെരുമാറുകയോ ചെയ്ത ഞാൻ ഒന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ. ശരിയെന്നാ, ഞാൻ പോവാം. ഈ വീട്ടിലിപ്പോ ഞാനെവിടെ കിടക്കാനാ? ശിവ, നീ വീണ്ടും വന്നോ? ശിവനല്ല, ഞാനാ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? അല്ല, താനും ഇറങ്ങിയൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഓ, നിങ്ങളെ കൊണ്ട് അനിയനാണെങ്കിൽ ഞാൻ ഇറങ്ങിയൊന്ന് നോക്കാൻ വന്നു, ചേട്ടനാണെങ്കിൽ ഇവൾ ഇറങ്ങിയൊന്ന് നോക്കാൻ വന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്നാ ഇവള് നിങ്ങളുടെ കൂടെ കൊണ്ടാക്കോ? അല്ല, ഞാൻ ചുമ്മാ നോക്കാൻ വന്നതാ. ഓഹ്, നോക്കിക്കഴിഞ്ഞ് ഇറങ്ങി പോവാൻ നോക്ക്. ആലോചിക്കട്ടെ. എന്താന്ന്? ഒന്നുമില്ല. ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ ദേവനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അല്ല ദേവാ, ഞാൻ പോവാ. പ്ലീസ് ഒന്ന് ഇറങ്ങിപ്പോ, എനിക്ക് കിടന്ന് ഉറങ്ങണം. ദേവേട്ടൻ എവിടെ പോയേക്കായിരുന്നു? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഞാൻ ചോദിച്ചതാ. എല്ലാം നീ അങ്ങനെ അറിയണ്ട. ആഹാ, ഉറക്കത്തിൽ കിടന്നുറങ്ങുന്ന കാണുമ്പോ എന്ത് ക്യൂട്ടാ. വാ തുറന്ന സമാധാനം പോവും. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? ഓ, ലോകത്ത് നിങ്ങൾ മാത്രല്ലേ ആണുള്ളൂ. എന്നെ നോക്കി വെള്ളമിറക്കാതെ ഇറങ്ങിപ്പോടി. പിന്നെ വെള്ളമിറക്കാൻ പറ്റിയൊരു സാധനം. എന്തായാലും നിന്നെക്കാളും ഭേദം. എവിടം കൊണ്ടാ നിങ്ങൾ എന്നെക്കാളും ഭേദം? സ്വപ്നത്തിലായിരിക്കും. സ്വപ്നത്തിലല്ലടി, നേരിട്ട് ഞാൻ നിന്നെക്കാളും ഭേദം. എന്താ സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ സംശയം ഞാനങ്ങ് തീർത്തു തരാം. എന്താ, തീർത്തു തരട്ടെ?
ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ലക്ഷ്യം അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ, എനിക്ക് നിങ്ങളുടെ സംശയം തീർക്കാനൊന്നും സമയമില്ല. ആഹാ, സംശയം നിനക്കല്ലേ? എന്തായാലും ചോദിച്ചല്ലേ, തീർത്തിട്ട് വിടാനേ. ഇയാൾ എങ്ങനെ തീർക്കുന്ന കാര്യമായി പറയുന്നേ? ദേവാ, ഓ, കൃത്യസമയത്ത് ഹരിയേട്ടൻ വന്നു. ഇയാളെ കൊണ്ട് പാറേനെ വായി നോക്ക എന്നല്ലാതെ വേറെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ അറിയാലേ. തനു നിന്നെ ലച്ചുമ്മ വിളിക്കുന്നു. എന്താ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഡാ പട്ടി, നീ അവളോട് ഇപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അത് അവള് പറഞ്ഞു അവൾ എന്നെക്കാളും ഭേദാന്ന്. അപ്പോ ഞാനത് തെളിയിച്ചു കൊടുക്കാന്ന് കരുതി. എന്താന്ന്? ഒന്നുമില്ല. ഡാ, നീ അവളോട് മര്യാദയ്ക്ക് പെരുമാറിക്കോ. വാക്കുകൊണ്ടെങ്കിലും അവളെ നോവിപ്പിച്ച പിന്നെ നിന്റെ തല കാണത്തില്ല. ഓ, ഉത്തരവ് പോലെ. പിന്നെ അവന്റെ കാര്യം എന്തായി? ആരുടെ കാര്യം? മാനുവലിന്റെ കാര്യം. അവനെ ഞാനിന്നലെ തട്ടി. നീ എന്തായാലും തട്ടിയത് നന്നായി. ശിവനെ അവനോട് എന്തോ അടങ്ങാൻ പറ്റാത്ത പക. പകയോ? എന്താ പകയുടെ കാരണം? ആർക്കറിയാം. ശിവേട്ടാ, എന്താ ദേവു? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മാനുവലിന് പറഞ്ഞ ആള്, അയാള് ഇന്ന് രാവിലെ സൂയിസൈഡ് ചെയ്തു. ഓ, സൂയിസൈഡ് ചെയ്തതാണടി. നിന്റെ ചേട്ടൻ അവനെ കൊന്നതാ. ശിവേട്ടൻ ഇതില് പങ്കുണ്ടോ? എനിക്കോ? ആ, എനിക്കിപ്പ അറിയണം. ഞാൻ ഇന്നലെ ആ സംഭവം പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം രാവിലെ അവൻ സൂയിസൈഡ് ചെയ്തേക്കണോ? പറ ശിവേട്ടൻ അവന്റെ മോശപ്പെട്ട വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് അവൻ അയച്ചു കൊടുത്തോ? ഇവളെന്ത് തേങ്ങയെ പറയുന്നേ? പറ, ശിവേട്ടനാണോ ഇനി കാരണം? ഞാനാണോ കാരണം എന്ന് ചോദിച്ചാ ഞാനല്ല ഇതിന് കാരണം. അവനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ.